ഇന്നത്തെ കാർജി സ്പെഷ്യൽ ഇടിയപ്പം കൊഞ്ച് നിറച്ചത്. ഇതിനാവശ്യമായത് നമുക്ക് ചെമ്മീൻ വേണം, സവോള വേണം, ഇഞ്ചി വേണം, പച്ചമുളക്, മല്ലിയില, പുതിന ഇല, തക്കാളി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത്. വെളിച്ചെണ്ണ 2 സ്പൂൺ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ളു പെരിഞ്ചീരകം, വെളുത്തുള്ളി, ഇഞ്ചി വഴറ്റി കൊടുക്കാം. അതിലേക്ക് നമുക്ക് സവോള ആഡ് ചെയ്യാം. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. സവോള എല്ലാം നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ലൈറ്റായിട്ട് മുളക് പൊടി ആഡ് ചെയ്യാം. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം നമുക്ക് ഈ തക്കാളി മെൽറ്റാക്കി എടുക്കണേ. ഇതിലേക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പെരിഞ്ചീരക പൊടി ആഡ് ചെയ്യണം. കുറച്ച് ഗരം മസാല പൊടി, പാകത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്യും. ചെമ്മീൻ പകുതി വേവാകുന്നവരെ നല്ലോണം മിക്സ് ചെയ്യുക. നമ്മുടെ ചെമ്മീൻ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് ഫ്രഷ് ക്രീമാണ്, അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. പുതിന ഇല, മല്ലിയില ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കതൊന്ന് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ സാധാരണ ഇടിയപ്പത്തിനകത്ത് ഇത് സ്റ്റഫ് ചെയ്യാണ്. വെള്ളം ഉണ്ടായിരുന്ന ആ ഇടിയപ്പം വേഗാതെ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം വെള്ളം കളഞ്ഞ് വറ്റി ഡ്രൈ ആക്കി എടുക്കേണ്ടത്. നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കുക എന്നുള്ളതാണ്. അത് നമ്മളിവിടെ ഏകദേശം മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല സ്റ്റഫ് ചെയ്ത് ഇടിയപ്പം ചുറ്റിച്ചു കൊടുക്കാം. ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. നമ്മുടെ ഇടിയപ്പം കൊഞ്ച് നിറച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇന്നത്തെ കാർജി സ്പെഷ്യലായ ഇടിയപ്പം കൊഞ്ച് നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ബൈ.